എല്ലാ സഹപ്രവർത്തകരുണ്ടല്ലോ. കഷ്ടം. അവരുടെ PT ടീച്ചറിന്റെ ഷഷ്ടി പൂർത്തി ആഘോഷമല്ലേ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്റെയും ഷഷ്ടി പൂർത്തി അങ്ങോട്ട് ആഘോഷിക്കാൻ പോകുക. വരുന്നിടത്ത് വെച്ച് അങ്ങോട്ട് കാണാലോ. സമൂഹത്തിന്റെ ആ VVIPകളെ മാത്രമേ ഞാൻ ക്ഷണിക്കത്തുള്ളൂ. ഒരിക്കല് ഒരു മനുഷ്യൻ തന്റെ ജന്മദിന ചടങ്ങിന് ആരും വന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തിനോട് പോയിട്ട് പരാതി പറഞ്ഞു. അയ്യോ, എന്തോ ചിന്തിച്ചോണ്ടാ ഞാനിതിന് ഇറങ്ങി തിരിച്ചത്. വരൂ വരൂ, വെൽക്കം. എനിക്കൊരു ക്രിക്കറ്റ് കളിക്കാരനാവാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. ഞാൻ അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അങ്ങനെ അവസാനം ഞാൻ പുറത്തായി. ആകാശൊടിഞ്ഞ് വീണാലും ഞാൻ തന്റെ ജന്മദിനത്തിന് വരും. അവൾ ഇവിടെ നിന്ന് എവിടെയോ പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാ നിങ്ങൾ എന്റെ അപ്പൂപ്പനെ പോലെയാ. എന്റെ പൊന്നു സാറേ, അത് കൊടുക്കല്ലേ. കുഴപ്പമില്ലടാ, എനിക്കിനി ആരുടെ മനസ്സ് മാറ്റണ്ട. അവന്മാരിത് കൊണ്ടുപോയി പുഴുങ്ങി തിന്നിട്ട്. താൻ ഒരിക്കലും മാറരുത്, ഇങ്ങനെ തന്നെ ഇരുന്നാ മതി. ഒരു നല്ല അധ്യാപകന് ഈ ലോകത്തെ തന്നെ മാറ്റാൻ കഴിയണോ? ഒളിച്ചിരിക്കാണല്ലേ. എടാ, എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചല്ലേ? എന്നിട്ട് നീയല്ലടാ എന്റെ വീട്ടിൽ നിന്ന് ഈ ഉപകരണം മോഷ്ടിച്ചേ. ഇങ്ങനൊരു തട്ടിപ്പുകാരനാണെന്ന് ഉറപ്പാ. നിങ്ങൾ ശരിക്കും മാവേലി തന്നെയാണോ? പിന്നല്ലാതെ ശരിക്കുമുള്ള മാവേലിയാണ്.